നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. പേരാമ്പ്ര അനൂപ് കൊലക്കേസിൽ ഇന്ന് പ്രതി മുജീബ് റഹ്മാനുമായി തെളിവെടുപ്പ് തുടരും. മോഷ്ടിച്ച സ്വർണം കൈമാറിയ കൊണ്ടോട്ടിയിലായിരിക്കും ആദ്യം തെളിവെടുപ്പ്. ജനരോഷം കണക്കിലെടുത്ത് കൃത്യം നടത്തിയ വാളൂരിലെ തെളിവെടുപ്പിന്റെ സമയം പിന്നീട് തീരുമാനിക്കും. 4 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ മട്ടന്നൂരിൽ ബൈക്ക് മോഷ്ടിച്ച സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിനിടെ പ്രതി മുജീബ് കുറ്റകൃത്യ സാധ്യത തേടി വേറെയും സ്ഥലങ്ങളിൽ എത്തിയതായി പോലീസിന് സൂചന ലഭിച്ചു. അനുവിനെ കൊലപ്പെടുത്തിയ വാളൂരിനടുത്തുള്ള മറ്റു 2 സ്ഥലങ്ങളിലും പ്രതി അന്വേഷണം നടത്തി. ഒരു സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് നൽകി. മട്ടന്നൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കിൽ പ്രതി പുലർച്ചെ 3:30 പുറപ്പെട്ടത്. രാവിലെ 9:30 വാളൂരിൽ എത്തിയത്. ഇതിനിടെയുള്ള 6 മണിക്കൂർ സമയം പ്രതി എവിടെയൊക്കെ പോയി എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിലുള്ള സ്റ്റേഷനുകളിൽ ഇതുവരെ പരാതികളൊന്നും ലഭിച്ചിട്ടില്ല. അതിനിടെ തലപ്പുഴയിലും മുജീബിനെതിരെ സമാന കേസ് രജിസ്റ്റർ ചെയ്തതായി വ്യക്തമായി. 2019-ൽ തലപ്പുഴയിലെ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതിനാണ് പ്രതി പിടിയിലായത്. വാഹനത്തിൽ തന്ത്രപൂർവ്വം കയറ്റിക്കൊണ്ടുപോയതാണ് പ്രതി സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു 2020-ൽ മുക്കത്ത് വയോധികയ്ക്കെതിരായ ക്രൂരത. 20 വയസ്സുള്ളപ്പോൾ മലപ്പുറം തിരൂരിലെ സ്വർണ്ണക്കടക്കാരനായ ഗണപതിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതിയാണ് ഇയാൾ. പരപ്പനങ്ങാടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതാണ് ഈ കേസ്. പിന്നീട് അങ്ങോട്ട് മോഷണം നടത്തിയാണ് ജീവിതം. പണം തീർന്നാൽ മോഷണത്തിനായി ഇറങ്ങും. അനുവിന്റെ കൊലപാതകം നടന്ന സമയത്തും പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മോഷ്ടിച്ച വാഹനങ്ങളിൽ കറങ്ങി നടന്ന് കവർച്ച പതിവാക്കിയ ആളാണ് മുജീബ് റഹ്മാൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും സ്ത്രീകളെ ഓട്ടോയിൽ കയറ്റി യാത്രാമധ്യേ ആക്രമിച്ച് അവശരാക്കി ക്രൂരമായി പീഡിപ്പിക്കുകയും ആഭരണങ്ങൾ കവർന്ന് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ച് കടന്നു കളയുന്നതുമൊക്കെയാണ് പ്രതിയുടെ സ്ഥിരം രീതികൾ. പരാതി പറയാൻ സ്ത്രീകൾ മടിക്കുന്ന കേസുകളിൽ ഇയാൾ വഴുതിപ്പോവുകയും ചെയ്യും. മോഷണത്തിന് ഇറങ്ങിയാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്ന മുൻകരുതലും ഇയാൾ സ്വീകരിക്കാറുണ്ട്. വാളൂരിൽ കൊലപാതകം നടന്ന ദിവസം യാത്ര ചെയ്യുന്ന സമയത്തൊന്നും ഇയാൾ ഫോൺ ഉപയോഗിച്ചിട്ടേയില്ല. തലശ്ശേരിയിൽ ഓട്ടോ കവർന്നതിലും കൊണ്ടോട്ടിയിൽ ഒരു വീടിന്റെ വാതിൽ കത്തിച്ച് കവർച്ച നടത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. 2020 ജൂലൈ 2-ന് മുക്കം മുത്തേരിയിൽ വയോധികയെ ഓട്ടോയിൽ കയറ്റി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയ കേസിൽ ചോമ്പാലയിൽ നിന്ന് മോഷ്ടിച്ച ഓട്ടോയാണ് ഉപയോഗിച്ചത്. വ്യാജ നമ്പർ പ്ലേറ്റും ഘടിപ്പിച്ചിരുന്നു. അന്ന് തന്നെ ഒരു സ്ത്രീയുടെ മാല പിടിച്ചു പറിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ രണ്ടാമതാണ് 65-കാരിക്ക് നേരെ അതിക്രമമുണ്ടായത്. കോഴിക്കോട് ചേവരമ്പലത്ത് വാടകയ്ക്ക് താമസിച്ച സമയത്താണ് ഈ കവർച്ച നടത്തിയത്. തലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ 2019 ഡിസംബറിൽ സ്ത്രീയുടെ ആഭരണവും കവർന്നിരുന്നു. കവർച്ച ചെയ്യുന്ന സ്വർണം വിൽപ്പന നടത്താൻ മറ്റു ചിലരെ ഏൽപ്പിക്കുകയാണ് ഇയാൾ ചെയ്യാറുള്ളത്. മുക്കത്ത് കവർച്ച നടത്തിയപ്പോൾ വേങ്ങര സ്വദേശി ജമാലുദ്ദീനാണ് വിൽപ്പന നടത്താൻ സഹായിച്ചത്. അനുവിന്റെ സ്വർണം കൊണ്ടോട്ടി ചുണ്ടക്കാട് അബൂബക്കറാണ് വിൽപ്പന നടത്തിയത്. ഇയാൾ മുജീബ് റഹ്മാന്റെ ഇക്കാര്യത്തിൽ സ്ഥിരം സഹായിയാണ്. മുജീബ് റഹ്മാന്റെ വീട്ടിലെത്തിയ പോലീസിനെ കാണാൻ കഴിഞ്ഞത് മോഷണത്തിന് ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളായിരുന്നു. മാല പൊട്ടിക്കാനുള്ളതടക്കം വിവിധതരം കത്തികളും ടോർച്ചുകളും എല്ലാം പ്രത്യേകം സൂക്ഷിച്ചിരുന്നു. മുക്കത്ത് പീഡനത്തിനിരയായ സ്ത്രീ തന്നെ എന്തോ മണപ്പിച്ച് ബോധം കെടുത്തിയ ശേഷമാണ് ആക്രമണം നടത്തിയതെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ ബാഗിൽ എല്ലാ സംവിധാനവുമായാണ് മുജീബ് മോഷണത്തിനായി ഇറങ്ങുന്നത്. പോലീസ് പിടിയിലായാൽ കേസുകളെല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് ഭാര്യയുടെ നേതൃത്വത്തിലാണ്. പോലീസ് വീട്ടിൽ അന്വേഷിച്ച് ചെന്ന ദിവസം കൊലപാതക സമയത്ത് മുജീബ് ധരിച്ച വസ്ത്രങ്ങളെല്ലാം കത്തിക്കാനുള്ള ശ്രമവും ഭാര്യ നടത്തിയിരുന്നു. പോലീസ് ഇത് വിഫലമാക്കുകയായിരുന്നു.